എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ യുകെയിൽ ഒരു വീട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ആണ്. അപ്പോൾ അത് പുതിയതാണെങ്കിലും പഴയ വീടാണെങ്കിലും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് വഴിയായിരിക്കും നമ്മൾ ഓരോ വീട് പോയി കാണുകയും ഇതും ചെയ്യുന്നത്. അപ്പോൾ ആ വീട് അപ്പോയിൻമെൻ്റ് എടുക്കുക, അവിടെ പോയി അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീടിൻ്റെ പരിശോധിക്കണം. ഇപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെ ആരെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ആരെങ്കിലോ കൂട്ടി മുമ്പ് മേടിച്ച ഒരു അനുഭവസ്ഥരെ കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പഴയ വീടാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ വീടിൻ്റെ ശരിക്കും ഫ്ലോറിങ്, അതുപോലെ ഭിത്തികൾ, പിന്നെ അതുപോലെ തന്നെ റൂഫിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കണക്ക് മച്ച് ആണ് ഇവിടെ. ആ സീലിങ് ഉണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഓടായിരിക്കും. ഇപ്പം നാട്ടിലെ പഴയ കാലത്തെ വീടുകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. അപ്പോൾ തറവാട് വീട് പോലെ ആ ചാർത്തോട് ആയിരിക്കും. അപ്പോൾ ആ ഓട് പൊട്ടിയിട്ട് വെള്ളം വരണ്ടോ എന്നുള്ളതൊക്കെ ഡ്രിപ്പായിട്ട് അവിടെ നിന്ന് വെള്ളം ഓടിന് വിള്ളൽ വീണിട്ട് വെള്ളം വന്ന് മച്ചിമ്മ വീണ് അങ്ങനെ ഭിത്തിക്കടെ നനവ് ഇറങ്ങാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓടിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ചാടി അത് ആ പൈപ്പ് വഴി ആ വെള്ളം കറക്റ്റായിട്ട് വീഴണ ഇതുണ്ടോ. കാരണം പ്രത്യേകിച്ച് UK തണുപ്പുള്ള രാജ്യമാണ്. മഴ പെയ്യും, ഐസ് പെയ്യും, അങ്ങനെ പല പല ഇതുണ്ട്. അപ്പോൾ റൂഫിങ് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ബോയിലർ സിസ്റ്റം. ഇപ്പം കാരണം ഈ വെള്ളം കാര്യങ്ങളും വന്നെങ്കിൽ ബോയിലർ സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ, അതിലെന്തെങ്കിലും എന്താ പറയുക ലീക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം ഇത് ഒരു ഗ്യാസാണ്. അപ്പോൾ ആ ഗ്യാസ് മനുഷ്യൻ ശ്വസിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മരണത്തിന് വരെ, നമ്മൾ ഈ നേപ്പാളിലും കാര്യങ്ങളിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വീട് മേടിക്കുന്നതിന് മുമ്പ് ഒരു സർവേയറെ കണ്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ റൂഫിങ്, അതുപോലെ ഗാർഡൻ്റെ കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് അത് ഒരു പ്രാവശ്യം വ്യൂ ചെയ്ത് നമ്മൾ അത് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ സർവേയറെ കണ്ടിട്ട് ആ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത് വളരെ നല്ല ഇതായിരിക്കും. അപ്പോൾ ഇതാണ് വീട് മേടിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.